പുഞ്ചിരി വീശിപ്പറക്കാൻ, വിത്തുകൾ പൊട്ടി മുളയ്ക്കാൻ, അവ വൃക്ഷങ്ങളായി പൂത്തുലയാൻ, ഒപ്പം നമുക്കും ഇറങ്ങാം വനഭംഗികളെങ്ങും നിറയ്ക്കാം, അറിവിൻ വെളിച്ചം പരത്താം, അറിവിന്റെ തണലുകൾ വിരിക്കാം, മണ്ണിൽ മനസ്സിലും നന്മകൾ പാകുവാൻ നമ്മൾക്കൊരുമിച്ചു നിൽക്കാം, നമ്മൾക്കൊരുമിച്ചു നിൽക്കാം. കേരളത്തിലെ വിദ്യാലയങ്ങൾ ഇനി മുതൽ പച്ചപ്പും പോഷക സമൃദ്ധിയും നിറഞ്ഞ പുതിയ അധ്യായത്തിലൂടെ ആരോഗ്യമുള്ള നാളെയെ വാർത്തെടുക്കുന്ന ഹരിത ഇടങ്ങളായി മാറുകയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും എന്ന പഴവർഗ പോഷകത്തോട്ട പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഫലവർഗ കൃഷിയിലൂടെ പ്രകൃതിയോടും കൃഷിയോടും അടുപ്പം വളർത്തുന്നതിനും ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി നിർവഹിച്ചു. പഴവർഗ്ഗങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ബോർഡുകളും കയ്യിലേന്തിയ കുട്ടികളുടെ കലാജാഥയ്ക്കൊപ്പം സ്കൂൾ അങ്കണത്തിലെത്തിയ കൃഷിമന്ത്രി കനിപ്പന്തൽ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് കുട്ടികളോടൊപ്പം മാവിൻ തൈ നട്ട് മധുരമേറും കനികളുടെ കനിപ്പന്തൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കനിപ്പന്തൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും രാഷ്ട്രീയ കൃഷി വികാസ് യോജനയും സംയുക്തമായി ആഭിമുഖ്യം നൽകുന്ന അതിപ്രധാനമായിട്ടുള്ള പദ്ധതിയാണ്. ഫലവൃക്ഷ തൈകളിലൂടെ വിദ്യാലയങ്ങളെ കാർഷിക മേഖലയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. കനിപ്പന്തലിൽ നിന്ന് തുടങ്ങി നമ്മൾ അടുത്ത ഘട്ടത്തിൽ കതിരിലേക്ക് എത്തും. കതിർ പദ്ധതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നമ്മൾ നൽകാൻ പോകുന്ന തുക 10,000 രൂപയാണ്. അവർക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിങ് ആണ്. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വർഷം 500 സ്കൂളുകളിൽ അത് ആരംഭിക്കാനുള്ള മാപ്പിംഗ് ആരംഭിച്ചു. വയനാട് ജില്ലയിൽ കനിപ്പന്തൽ പദ്ധതിയിൽ 85 സ്കൂളുകൾ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരിടുന്നതായിരിക്കുന്ന പ്രതിസന്ധികളും വളരെ ഗൗരവതരമാണ്. ആ പ്രതിസന്ധികളെ ഓരോരോ ദൗത്യ നിർവഹണത്തിലൂടെ കർഷകന്റെ മണ്ണിൽ 2 കാലിലും പിടിച്ചു നിർത്താൻ ആവശ്യമായ പദ്ധതികളും പരിപാടികളും കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോവാണ്. വിദ്യാർത്ഥികളുടെ ഈ പദ്ധതിക്ക് ഒരു നോഡൽ ടീച്ചർ ഉണ്ടാകും. അവരുടെ കതിർ എന്നാണ് അതിന്റെ പേര്. അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും. അതിന് കുട്ടികളുടെ മാർക്കറ്റുകൾ, കതിർ മാർക്കറ്റുകൾ ഉണ്ടാകും. അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. ആ കുട്ടികളിലൂടെ വീടുകളിലേക്ക് നമ്മൾ എത്തിക്കും. അതിനെല്ലാം നടപടികൾക്കും നേതൃത്വം കൊടുക്കും. അടുത്ത വർഷത്തോടുകൂടി മുഴുവൻ സ്കൂളുകളിലേക്കും കതിരെത്തുക. സംസ്ഥാനത്തെ 2921 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 10 സെന്റിന്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ കൃഷിഭൂമി ലഭ്യമായതും ജലസേചന സൗകര്യമുള്ളതുമായ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പോഷകത്തോട്ടം സ്ഥാപിക്കുന്നത്. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ചാമ്പ, നാരകം തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളുടെ തൈകൾ ഇതിനായി വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കും. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനന്തവാടി MLA ഉഷ വിജയൻ വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മികച്ച വിദ്യാർത്ഥി കർഷകരെ ആദരിക്കുകയും വിദ്യാർത്ഥികൾക്കുള്ള പച്ചക്കറി വിത്തുകളും ഫലവൃക്ഷത്തൈ പരിപാലന കൈപ്പുസ്തകവും വിതരണം ചെയ്തു. കർഷകർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയിലൂടെ പ്രകൃതിയെ സ്നേഹിക്കാനും മണ്ണിനെ അറിയാനും ലഹരിമുക്ത തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു കൂട്ടായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു തൈ വിദ്യാലയമുറ്റത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ അത് ഒരു തലമുറയുടെ നന്മയുടെ തുടക്കമാണ്. പച്ചപ്പിന്റെ തണലിൽ വളരുന്ന അറിവും കായ്ഫലങ്ങളുടെ മാധുര്യത്തിൽ വിരിയുന്ന ആരോഗ്യവും ചേർന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ ഒരു പുതിയ സ്വപ്നത്തിന് ചിറകു വിരിക്കട്ടെ.
ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾ